ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു പോർട്ടബിൾ മിനി പ്രിൻ്ററിൻ്റെ യൂസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കാണാത്തവർ പോയിട്ട് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. ഇതൊരു ഇംഗ്ലീഷ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിനി പ്രിൻ്ററാണ് കേട്ടോ. എന്തൊരു ക്യൂട്ടാണല്ലേ കാണാൻ. അപ്പം നമുക്കിതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു പ്രിൻ്റർ നമ്മുടെ മൊബൈൽ ഫോണിലെ ബ്ലൂടൂത്തായിട്ട് ഒന്ന് കണക്റ്റ് ആക്കണം. അപ്പം ഈ ഒരു പ്രിൻ്ററിൻ്റെ സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആവും കേട്ടോ. അപ്പം ഈ ഒരു പ്രിൻ്റർ വർക്ക് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഐ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഈ ഒരു ആപ്പുമായിട്ടാണ് പ്രിൻ്റർ കണക്റ്റ് ആക്കേണ്ടത്. അപ്പം ഇത് ആൻഡ്രോയിഡിലായാലും ഐഫോണിലായാലും ഈ ഒരു ഐ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്രിൻ്ററിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ കളർ പ്രിൻ്റ് കിട്ടൂല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് മാത്രമാണ് കിട്ടുക, കളർ പ്രിൻ്റ് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മിനി പ്രിൻ്ററിൻ്റെ സൈഡിലെ ബട്ടൺ കണ്ടോ, ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആവും. എന്നിട്ട് നമ്മുടെ മൊബൈലിലെ ആ ഒരു ആപ്പ് ഐ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് കൂടി ഓൺ ചെയ്തിട്ട് വേണം ഇത് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു മിനി പ്രിൻ്റർ ആണെങ്കിലും ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഐ പ്രിൻ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താ പറയുക, കുറേ ടെംപ്ലേറ്റ്സും ടു ഡു ലിസ്റ്റ്, ബാനേഴ്സ്, ടെക്സ്റ്റ്, ന്യൂ നോട്ട്സ്, പിക്ചർ ഇമേജസ്, ലാബിൾസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് വേണം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ടു ഡു ലിസ്റ്റ് ഓപ്ഷനിൽ പോയാൽ കുറേ ക്യൂട്ടായിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും. അതിൽ നമുക്ക് എഴുതേണ്ട ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇതിൽ ഇതുപോലുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഇമേജസ് ഉണ്ട്. അപ്പം ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വാളിലോ മറ്റു ടാബിളിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഇമേജസ് ഉണ്ട്. അപ്പം ഏതാണോ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്കിതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കോ മറ്റുള്ള ഫെവിക്കോളോ അങ്ങനെ എന്തോ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇതാ രണ്ടാമത്തേത്, ഇതുപോലെ ടെക്സ്റ്റ് ഫ്രേസസ് ഒക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പം ജേർണലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ടെക്സ്റ്റൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ഈ ഒരു ഐ പ്രിൻ്റ് ആപ്ലിക്കേഷൻ വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ജേർണലൊക്കെ ചെയ്യുമ്പം എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. ഇതുപോലുള്ള ടെക്സ്റ്റൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മിനി പ്രിൻ്ററിൻ്റെ ഒന്നിച്ച് തന്നെ ഇത് വാങ്ങുമ്പോൾ 3 പേപ്പർ റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അതൊരു സ്റ്റിക്കി ടൈപ്പ് ആണെന്നാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് പീൽ ചെയ്തിട്ട് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാനാണ്, ആ ഒരു ടൈപ്പ് ആയിരിക്കും എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഡയറക്റ്റ് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ പീൽ ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പുള്ള പേപ്പറും അവൈലബിൾ ആണ്. അത് ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഡയറക്റ്റ് തന്നെ പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, ഇത് ഫിനിഷ് ആയാൽ അത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് അടുത്ത യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ലോഗോ ഒക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക പാക്ക് ചെയ്യുമ്പം ഞാനിതുപോലെ ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലോഗോ പ്രിൻ്റ് എടുക്കാറുള്ളത്. അപ്പം അതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് എൻ്റെ ലോഗോ ഓൾറെഡി സെറ്റ് ചെയ്ത ലോഗോ എൻ്റെ ഗാലറിയിലുണ്ട്. അപ്പം അത് ഈ ഐ പ്രിൻ്റിൽ എടുത്തിട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലോഗോ ആയാലും ടെക്സ്റ്റ് ആയാലും ഒക്കെ ഞാൻ ഈ ഒരു ബുക്കിൽ ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരു ബുക്കിലാക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പെൻപാൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീസെൻ്റായിട്ട് കുറച്ച് മെസ്സേജസൊക്കെ വരുന്നുണ്ട് പെൻപാൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്.
അപ്പം ഞാൻ പെൻപാൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ പെൻപാൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്കൊന്ന് DM ചെയ്യണം. പിന്നെ ഇത് അടുത്തതായിട്ട് ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള കലണ്ടറൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ 2 ക്യൂട്ടായിട്ടുള്ള കലണ്ടറിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഇതിലോട്ട് പ്രിൻ്റ് ചെയ്തെടുത്തത്. അപ്പം ഇതും അങ്ങനെ ആ ഒരു ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പം എന്താ പറയുക, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇപ്പം കളർ പ്രിൻ്റ് അല്ലെങ്കിലും നമ്മളൊരു പെൻസിൽ സ്കെച്ച് പോലൊക്കെ ഉണ്ടാവും ഇതിൽ പ്രിൻ്റ് എടുത്താൽ. ഞാൻ അത്യാവശ്യം എൻ്റെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഏതെങ്കിലും നോട്ട്സിലൊക്കെ ആയിട്ട് അങ്ങനെ ജസ്റ്റ് സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് കളർ പ്രിൻ്റും എടുക്കാറുണ്ട്. പിന്നെ ഇതൊരു ഒരു ഡിഫറെൻറ്റ് ലുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിലും പ്രിൻ്റ് എടുക്കാറുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ മിനി പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് ലോഗോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാറുണ്ട്, എന്നാലും കൂടുതലായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ലോഗോ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ആയിട്ട് സ്റ്റുഡൻസിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള ലേണിംഗ് പർപ്പസിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം നമുക്ക് സ്റ്റഡി ഇൻഫർമേഷൻസ് ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിതുപോലെ പ്രിൻ്റ് എടുക്കാം. അപ്പം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം സിമ്പിൾ നോട്ട്സ് ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തെടുത്ത് വളരെ ഈസി ആയിട്ട് എന്താ പറയുക, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അപ്പം ലേണിംഗ് പർപ്പസിന് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് അടുത്ത യൂസ് വന്നിട്ട് ഇതുപോലെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഏത് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആയാലും ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഇമേജസൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ഇതിൽ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് അത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കളറൊക്കെ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ അതും പ്രിൻ്റ് എടുക്കാം. അല്ലാതെ നമ്മുടെ ഈ ഒരു iPrint വഴിയും കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കളറിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള കുറച്ച് ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് ചെറിയൊരു മിനി ബുക്ക് പോലെയൊക്കെ ആക്കിയിട്ട് നമുക്കങ്ങനെ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻ്റ് എടുത്താൽ അവർക്ക് കളറിങ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അപ്പം അങ്ങനെ അത് എന്താ പറയുക, അതും നല്ലൊരു യൂസാണ്. പിന്നെ എനിക്ക് ഒരു സ്റ്റിക്കർ ബുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കർ ബുക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതായി മിനി പ്രിൻ്ററിൻ്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അത് പ്രിൻ്റ് എടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടോ. അത് ഞാൻ ഈ ബുക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷേ അത് എന്താ പറയുക, പ്രിൻ്റ് വരുന്ന വീഡിയോ ഡിലീറ്റായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ഫൈനലായിട്ട് നമുക്ക് ഗ്രോസറീസൊക്കെ ലിസ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതിയല്ലോ, അപ്പം അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ നമുക്കിങ്ങനെ ഗ്രോസറീസൊക്കെ ലിസ്റ്റ് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇതും നല്ലൊരു യൂസാണ് ഇതിൻ്റെ. അപ്പം ഞാനിപ്പം ചെയ്ത ഓരോ കാര്യങ്ങളും ഇതുപോലെ ഒരു ബുക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ യൂസസ് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലുള്ള എന്താ പറയുക, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ജേർണൽ ചെയ്യുമ്പോഴും പിന്നെ സ്ക്രാപ്പ് ബുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ എന്താ പറയുക, കോഡ്സൊക്കെ വേണമെങ്കിൽ ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ലോഗോ പ്രിൻ്റ് ചെയ്യാം, പിന്നെ ഷിപ്പിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് ബുള്ളറ്റ് ജേർണലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കലണ്ടറും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാം. പിന്നെ സ്റ്റിക്കർ പ്രിൻ്റ് ഔട്ട് എടുക്കാം.
പിന്നെയുള്ളത് ഷോപ്പിംഗ് ലിസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ലേണിംഗ് പർപ്പസ്, സ്റ്റഡി ഇൻഫർമേഷൻസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാം, പിന്നെ കളറിങ് പേജസ്, അതൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ യൂസസ് വരുന്നത്. അപ്പം എന്താ പറയുക, മെയിൻ യൂസ് എന്ന് പറയുന്നത് പ്രിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഈ ഒരു മിനി പ്രിൻ്ററിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് മിനി പ്രിൻ്റർ. അപ്പം ഞാൻ ഈ മിനി പ്രിൻ്റർ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മീഷോയിൽ ചെറിയ റേറ്റിനൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.